തല താത്ത ഇതാ പൊന്തിച്ച് പിടിച്ചോളിട്ടോ. കൈ മലർത്തി നിൽക്കാൻ പല്ല് മാറിട്ടോ പഠിച്ചോനെ. കാല് മാറി ഓപ്പറേഷൻ ചെയ്തായിരിക്കും പല്ല് മാറിയാണ്ട് കഷ്ടം. പഞ്ഞെടുക്കാൻ വേണ്ടി പോയതാണ്. എന്താ എന്തോ ധരിച്ചണോ ധരിച്ചുണ്ടോ പല്ല് പറിച്ചിക്കാണ്ട് പല്ല് വീട്ടിൽ കൊടുന്ന ആള്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നെൻ്റെ പല്ല് നല്ല വേദനയ്ക്കുണ്ട് കേട്ടോ. എനിക്ക് എന്താ അറിയില്ല, ഞാൻ ഒരു കടല മുട്ടായാണ്ട് കഴിച്ചപ്പോൾ നല്ല വേദന. നല്ല പല്ല് ഇളക്കി തരാ കണ്ടോ. ഈ പല്ലാണ്. ഇപ്പത്തെ പല്ല് നിങ്ങൾ കണ്ടോളെ. ഞാൻ അടുത്തതായി എൻ്റെ പല്ല് കാണാൻ പോണ പല്ല് അജിമോള് കുറേ ദിവസമായി അജിമോളെ പല്ലിളകുണ്ട് കാണാൻ. അപ്പം ഞങ്ങൾ ആരും മെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇത് നല്ല ഇളകുന്നുണ്ട്. അപ്പം നമുക്ക് ഇക്കാക്കാനോട് പല്ല് പറിച്ചിട്ട് ചോദിക്കട്ടോ. എനിക്ക് ഇന്റെ പല്ലൊക്കെ പച്ചലൊക്കെ നമുക്ക് എടുത്തോണ്ടാ. ഈ കുട്ടി എന്നോട് നമ്മൾ പച്ചല എടുത്തോണ്ടാ അതുണ്ടാവില്ലാന്ന് വീഡിയോയിലൊക്കെ കണ്ടുക്കുന്നു. വെറുതെ പല്ലിങ്ങനെ പറിച്ചുമ്പോ വേന ഉണ്ടാവും, പച്ചക്ക് നോക്കിയാ വേന ഉണ്ടാവൂലെന്നൊക്കെ. അപ്പോൾ എൻ്റെ പല്ല് ഫുള്ള് ഞാനാ പറിച്ചിക്കണത്. പക്ഷെ എനിക്കിതാ കുട്ടികളെ പല്ലൊക്കെ പറിക്കാൻ ഭയങ്കര പേടിയാണ്. അപ്പം എന്തായാലും നമുക്ക് കാക്കാണ് ചോദിച്ചോ. ഹലോ, പല്ല് പറിച്ചു കൊടുക്കോ? ഞാൻ എന്താ പല്ല് ഡോക്ടറാ? പല്ല് വെച്ചാണ് ഞാൻ നോക്കട്ടെ. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഏതല്ല പല്ല് മാറി പറിച്ചു. നന്നായിട്ട് ഇളകുണ്ട് കേട്ടോ. എന്ത് പച്ചല പച്ച ഇവിടെ ഇത് ഈ പച്ചമൊക്കെ നോക്കിക്കതല്ലായിട്ട് ഇത് പച്ചാണ്. പച്ചല എടുത്തോണ്ടി വേഗം പറിച്ചെടുക്കേ. ഇവിടെ ആദ്യമായി പല്ല് പറിക്കാൻ പോവാണ് ഗായ്സ്. മതി ഇതൊക്കെ മതി. ഷോപ്പാണ് കുഴപ്പം കുഴപ്പമില്ല. പല്ല് അജിമോക്ക് പാൽപ്പല്ല് വന്നതിന് ശേഷതാ പല്ല് പറിക്കാൻ ആദ്യമായി ഞങ്ങൾ പല്ല് പറിക്കാൻ പോവാണ് ഗായ്സ്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ആദ്യമായിട്ട് ഞാനൊരു ആദ്യമായിട്ട് അജിമോളെ പല്ല് പറിക്കട്ടെ ഗൈസ്. അപ്പൊ നമുക്കത് കാണാം എന്താണ് അവസ്ഥ. പല്ല് മാറിയിട്ടോ പഠിച്ചോനെ. കാല് മാറി ഓപ്പറേഷൻ ചെയ്തായിരിക്കും പല്ല് മാറിയാണ്ട് നാവിക്കരന്ന് കെട്ടിട്ടാ. നാവ് പുറത്തേക്കിടല്ലേ. പിന്നെ നാവ് മാറ്റ്. ഇവിടെ പച്ച പച്ച പാരിഷ്കാരി പച്ച കണ്ടപ്പോ തന്നെ. അപ്പൊ നമ്മള് പല്ല് പറിക്കാൻ പോകണേ ഗൈസ്. വെരി കമോൺ പറിക്കട്ടെ. ഞാൻ പറിക്കാം. ഇന്നെ വിശ്വാസല്ലേ? എന്നാ പോയിക്കോ. പണ്ട് നൈസാന്ന് ചോദിച്ചിട്ട് ഉമ്മച്ചിക്ക് സൂചി അടിക്കാൻ മാത്രമേ അറിയുള്ളൂ, പല്ല് പറിക്കാനൊന്നും അറിയില്ല. ഞാൻ നോക്കിക്കോ. ഉമ്മച്ചി പല്ല് പറിച്ചോട്ടെ, ഞാൻ പറിക്കണില്ല കേട്ടോ. ഇനി പല്ല് വേദന ഒക്കെ ഉണ്ടെങ്കിൽ ഉമ്മച്ചിനോട് പറഞ്ഞാൽ മതി, എന്നോട് പറയരുത് കേട്ടോ. ഉമ്മച്ചി ഈ പച്ചലമൊക്കെ നോക്കിക്കണ്ടാ കേട്ടോ പല്ല് പറിക്കണേ. ആരെന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു? പച്ചലമൊക്കെ നോക്കിക്കണ്ട് പല്ല് അരച്ച പല്ല് വേദന ഉണ്ടാവില്ല. തൊണ്ണൂടി എടുത്തിട്ട് മേലൊക്കെ വലിച്ചു. വേദന ഉണ്ടോ? ചെറിയ വേദന ഒക്കെ ഉണ്ടോ? ഒക്കെ സഹിച്ചാട്ടോ. പിന്നെ എന്തിനാ പല്ല് ഇളക്കിയത്? മിക്കവാറും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഒരു തിങ്ങ പൊട്ടില്ല. പല്ല് പറയാൻ അതെ ഗായ്സ്, പല്ല് പറഞ്ഞുകൊണ്ടിരിക്കണേ അല്ലേ? ഒന്നുമില്ല ഗായ്സ്. മോള് നിന്നോടുക്കണ്ട മെസ്സിക്ക്. അതെ, ആ പഞ്ഞെടുത്ത് കൊടുത്താ. പഞ്ഞെന്തിനാ?
ഇതൊരു കഷ്ടം പഞ്ഞെടുക്കാൻ വേണ്ടി പോയതാണ്. എന്താവും എന്തോ ഒന്നും അറിയില്ല guys. പറിക്കണ ചെയ്യാണ്ടോ എന്ത് സംഭവിച്ചാലും ഉത്തരവാദി. ഞാൻ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടായിരുന്നു. നല്ല വർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുമോ? കൊണ്ടാവില്ല. പക്ഷെ പഞ്ഞിട്ടിയാ? 6 വയസ്സായിട്ടുള്ളൂ. പഞ്ഞിട്ടിയാ? നല്ല കുട്ടിയൊക്കെയാണ് നിന്നിട്ടുണ്ട് കേട്ടോ അല്ലേ. കാരണം ഈ പല്ലുവേദന കൊണ്ട് ഓളോ ആകെ ഇടങ്ങറായിരിക്കണം. അപ്പൊ ഇനി എന്ത് വേദന സഹിച്ചിട്ടായാലും അത് പറിക്കാന്നുള്ളതാണ് ഓളെ ലക്ഷ്യം അല്ലേ. അയ്യോ പഞ്ഞ കിട്ടിക്കണം അത് പറിച്ചിട്ടാണ് വെക്കുക. ഇജ്ജ് പറിച്ചെടുത്തോ? അത് എന്റെ പല്ല് എനിക്ക് പറിക്കാൻ വയ്ക്കത്ത്. എന്റെ പല്ല് എനിക്ക് പറിക്കാൻ വയ്ക്കത്ത്. ഇത് ഇളകിണ്ടല്ലോ, നല്ല ഇളകിണ്ടല്ലോ. ഇജ്ജ് എങ്ങനെ പറിച്ചെടുത്ത്? ഇങ്ങണ്ടോ? ഇങ്ങണ്ടാക്കി എന്റെ കുട്ടീനോട് വരെ ഇമ്മച്ചി പറിക്കുമ്പോ അങ്ങനെ വേദന ആവുകയാണെങ്കിൽ ഇമ്മച്ചി ഞാൻ പഠിച്ചോണ്ട് വാ. എന്നൊക്കെ പറയണു. അത്ര വലിയ വേദന ഒന്നുമില്ല. അതിന്റെ കാൽപ്പ് ഇന്നലെ മുള്ളുത്തില്ലേ, ആ മുള്ളുത്തിയതിന്റെ വേദന ഒന്നും നമുക്കുണ്ടാവില്ല വലുതൊക്കെ കേട്ടോ. ഉറുമ്പടിക്കുമ്പോ കുറച്ചും കൂടി വേദന ഉണ്ടാവും. പക്ഷെ കൊതടിക്കുമ്പോ നമ്മൾ അറിയും കൂടി ഇല്ലല്ലോ. അറിയാത്ത വേദന ഉണ്ടാവുക കേട്ടോ. പരാജയപ്പെട്ടു. ഇനി പറിക്കണ്ടല്ലോ, പറിച്ച് പരാജയപ്പെട്ടു. ഇനി പറിക്കണ്ടല്ലോ. ഹോസ്പിറ്റലിൽ കൊണ്ടോണ്ടേ? ഹോസ്പിറ്റലിൽ പല്ല് പറഞ്ഞു, തെൻഹന്റെ പല്ല് പറഞ്ഞു. നോക്കാൻ പാടില്ല. വാ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ വീണ്ടും പല്ല് പറിക്കാൻ പോകും. ഡോക്ടറെ കാണാൻ പിന്നെ കെട്ടിയാണ് പറിച്ചു. ഡോക്ടർ ആരെങ്കിലും ഉണ്ടോ ഇടയ്ക്ക് വല്ലവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ആൾക്കാർ? നിങ്ങൾ രണ്ടൊരു ഭ്രാന്ത്. എൻ്റെ ഒരു പല്ല് എൻ്റെ പൈസ കളയാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു പല്ല്. അത് തൊട്ടാ പോയോ? അവസാനം ഹോസ്പിറ്റലിൽ തന്നെ വരേണ്ടി വന്നു അല്ലേ? എനിക്ക് തരിക്കുണ്ടോ ഗൈസ്? ഞങ്ങൾ പല്ല് പറിക്കാൻ പോവാണ് ഗൈസ്. തരിച്ചുണ്ടോ? ചുണ്ട തരിച്ചണോ? തരിച്ചുണ്ടോ? അഞ്ഞി വേദന ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി വേദന ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങൾ പല്ല് പറിക്കാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ പല്ല് പറിക്കാൻ പോവാണ് ഗൈസ്. Wow. Finished. Simple. എവിടെ പല്ല് ഉടച്ചൊക്കെ? ആ കുറവാ. അടിപൊളിയല്ലേ? പല്ല് വിടണ്ടേ? പല്ല് തരണോക്കി പല്ല് പല്ല് പറിച്ചിക്കാണ്ട് പല്ല് വീട്ടിൽ കൊടുന്ന ആള്. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. പല്ല് അഞ്ചെടുത്താ നോക്കട്ടെ. പല്ലില്ലാത്ത മാമ. ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊണ്ടു. ഐസ്ക്രീം കൂടെ എൻ്റെ ഐസ്ക്രീം കൂടെ ആൾക്കേ
നമ്മള് പല്ല് പോയി ഗൈസ്. അപ്പൊ ഞങ്ങൾ ഈ ഒരു പല്ലും കൂടി പറിക്കും. ഫസ്റ്റ് പോകേണ്ട പല്ല് ഈ പല്ലാത്രേ, ഇതിന്റെ അടുത്തുള്ള പല്ലാത്ര. നമുക്ക് അതൊന്നും അറിയായിരുന്നു അല്ലേ. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്തൊക്കെ പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ഇങ്ങനെ ഈ അല്ല പറഞ്ഞത്. ഞാനേ എപ്പോഴും ഈ പല്ല് അതുകൊണ്ട് ഇനി ഇപ്പുറത്തെ പല്ല് ഡോക്ടർ എങ്ങനെയാണ് പല്ല് പറിച്ചത് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല. അപ്പൊ നമ്മളെ പല്ല് പറിച്ചൽ വ്ളോഗ് കഴിഞ്ഞു. വേഗം കിട്ടും. പല്ല് പറിച്ചൽ വ്ളോഗ് കഴിഞ്ഞു ഗൈസ്. അപ്പൊ വീഡിയോ എത്ര ഉള്ളൂ അല്ലേ. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഐസ്ക്രീം തിന്നില്ലേ. അപ്പൊ നമ്മളെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.